ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ഒരു ചെറിയ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ ദുആക്ക് ഇജാബത്ത് ഉടനെ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു ഇസ്മ പറഞ്ഞു തരട്ടെ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു 2 മിനിറ്റ് മെനക്കെട്ടിരുന്നാൽ ഈ ഒരു ഇസ്മ ചൊല്ലി തീർക്കാം. അത്ര എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ നമ്മുടെ ദുആ ഉറപ്പായും സ്വീകരിക്കും എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഇസ്മ ഏതാണെന്ന് കേൾക്കാം. അതിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങളും നമുക്ക് മനസ്സിലാക്കാം, ജീവിതത്തിൽ പതിവാക്കാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇനി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചൊല്ലാൻ കഴിഞ്ഞില്ല, അതിനുശേഷമാണ് ഈ വീഡിയോ കണ്ടത്, അല്ലെങ്കിൽ അതിനുശേഷമാണ് സമയം കിട്ടിയത്, എന്നാൽ വിഷമിക്കേണ്ടതില്ല. ഒരു ചെറിയ ദുആ, ഈ ഇസ്മ ചേർത്തിട്ടുള്ളൊരു ദുആ ഉണ്ട്. ആ ദുആ ചൊല്ലിയതിന് ശേഷം ആരെങ്കിലും ഒരാൾ അയാളുടെ ആവശ്യം ചോദിച്ചാൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ ദുആകളും അതുപോലെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളും എല്ലാം നീ പൊരുത്തപ്പെടുന്നതാക്കി തരണേ അല്ലാ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പലരും കമന്റുകൾ അയച്ചിട്ട് ഉസ്താദ് എന്താ റീപ്ലൈ തരാത്തതെന്ന് ചോദിക്കാറുണ്ട്. സമയക്കുറവ് കൊണ്ടാണ്, റമളാനൊക്കെ അല്ലേ. ഇൻഷാ അല്ലാ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാ റീപ്ലൈ തരികയും മറുപടി തരികയും, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാറുണ്ട് കഴിവിന്റെ പരമാവധി. അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. നമ്മൾ ഈ പറയുന്നത്, നമ്മൾ വലിയ ആളുകളായതുകൊണ്ടല്ലോ ഈ വിഷയങ്ങൾ ദീനിന്റെ അതുപോലെ തന്നെ ഈ അമാലുകളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും പലരും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകട്ടെ, അല്ലേ. ഇൻഷാ അല്ലാ സമാധാനം. നമ്മളെപ്പോഴും ദ്വാരക്കാറുണ്ട്, അള്ളാഹുവേ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ. നമ്മളെപ്പോഴും ദ്വാരക്കാറല്ലേ. എന്നാൽ പലപ്പോഴും സങ്കടം പറയുന്നു, ഉസ്താദ് ഞാൻ എത്ര ദ്വാരുന്നുണ്ട് സ്വീകരിക്കണില്ല, അല്ലേ. നമ്മൾ എത്ര ദ്വാരുന്നു, കുറേ ദ്വാരക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും അതുപോലെ തഹജ്ജുദിന്റെ സമയത്തും ഇശാ നിസ്കരിച്ചിട്ടും വിത്ർ നിസ്കരിച്ചിട്ടും ഒക്കെ ദ്വാരക്കുന്നുണ്ട്. പക്ഷേ ദ്വാ അങ്ങോട്ട് സ്വീകരിക്കണില്ല. പരാതി വിഷമിക്കേ വേണ്ട, അങ്ങനെ ഒരു വിഷമേ നമ്മുടെ കൽബിൽ വേണ്ട. കാരണം ഇവിടുന്ന് ദ്വാ സ്വീകരിക്കാത്ത ആളുകളാണ് എങ്കിൽ അവർക്ക് നാളെ മഹ്ശറിൽ വലിയ കൂലിയുണ്ട്. നാളെ മഹ്ശറിൽ ചെന്നിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ വാരി കൊടുക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ വാരി കോരി കൊടുക്കുക, കൂലി ഇങ്ങനെ പ്രതിഫലം കൊടുക്കുക. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ഒന്ന് ചോദിക്കും, ആരാണവർ, ആർക്കാണ് ഈ വാരി കൊടുക്കുന്നത്, ആർക്കാണ് ഈ എന്ത് ചെയ്യാ വെറുതെ പ്രതിഫലം ഇങ്ങനെ കുറെ കൊടുക്കുന്നത്. അപ്പോൾ മറുപടി പറയപ്പെടും, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനോട് കുറേ ചോദിച്ച ആളുകൾ അവര്, പക്ഷേ ദുനിയാവിൽ വെച്ച് അള്ളാഹു കൊടുത്തില്ല, അവർക്ക് കൊടുക്കാൻ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചു, അവർക്കാണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, വിഷമിക്കേണ്ട, കിട്ടിയില്ല എന്ന് കരുതിയിട്ട്, നമുക്ക് ദുആ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ടതില്ല. അള്ളാഹു പരിഹാരം നൽകട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ റബ്ബിനോട് ചോദിക്കും, നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, റബ്ബെ നീ ഇത് മാറ്റി തരണേ എന്ന് കൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ ഉത്തരം കിട്ടാൻ പറ്റിയ ഒരു മാർഗം പറഞ്ഞു തരട്ടെ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് റബ്ബിനോട് ചോദിച്ചോ, ഇൻഷാ അല്ലാ അത് റബ്ബ് സുബ്ഹാനഹു വ തആല ശരവേഗത്തിൽ നടത്തി തരും. നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഖൈറാണെങ്കിൽ അത് നടത്തി തരും. കാരണം നമുക്ക് ഖൈറും ഷെറും ഏതാണ് എന്ന് അറിയില്ല. എനിക്കിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഖൈറായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എനിക്ക് ഷെറാണെങ്കിൽ അത് എന്നിൽ നിന്ന് തട്ടിപ്പോകലാണ്, എന്നിൽ നിന്ന് മാറിപ്പോകലാണ് എനിക്ക് വേണ്ടത്. ചിലപ്പോൾ അള്ളാഹു അങ്ങനെ മാറ്റിക്കളയാം. ഇനി അതല്ല, എനിക്കത് കിട്ടലാണ് ഖൈർ എങ്കിൽ അള്ളാഹു, ഞാൻ ഇനി എത്ര തടഞ്ഞു നിർത്തിയാലും അള്ളാഹു എന്നിലേക്ക് അത് കൊണ്ടുവരും. അങ്ങനെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം ഖൈർ ഏതാണ് ഷെർ ഏതാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറായത് നമുക്ക് അടുപ്പിച്ച് തരട്ടെ. അപ്പോൾ ഈ ഒരു ദിക്ർ, ഒരു ഇസ്മ പറഞ്ഞിട്ട് നമ്മൾ എന്ത് റബ്ബിനോട് ചോദിച്ചാലും എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകും. ഏതാണ് ഇസ്മ? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അസ്-സമീഉ എന്ന നാമം. സമീഉ, സമീഉ എന്ന് പറഞ്ഞാൽ എന്താ, കേൾക്കുന്നവൻ എന്നാണ്. സമീഉ, കേൾക്കുന്നവൻ. കാതുകൊണ്ട് കേൾക്കൽ മാത്രമല്ല, അങ്ങനെയുണ്ട് കാതുകൊണ്ട് കേൾക്കുക. നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിന് പറയാറുണ്ട്. അവൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണ് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടനാണ് എന്നാണോ? അല്ലെ ചെവി കേൾക്കാത്ത പൊട്ടനാണ് എന്നാണോ? അല്ല, മറിച്ച് അവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവൻ എന്നാണ്, അതിന് വഴിപ്പെടാത്തവൻ, ഗുണം ചെയ്യാത്തവൻ, അതാണ്. അപ്പൊ ആ കാര്യം പറഞ്ഞിട്ട് ഗുണം ചെയ്തില്ല, അങ്ങനത്തെ ഒരാൾ, അതുകൊണ്ടാണ് പറഞ്ഞാൽ കേൾക്കാത്തവൻ എന്ന് പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅ ആണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കേൾക്കുകയും ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ കാര്യം നടത്തി തരുന്ന, അതായത് അതിന് വഴിപ്പെടുകയും ചെയ്യുന്ന യജമാനനാണ്, ആ കാര്യം ചെയ്തു തരികയും ചെയ്യുന്നവനാണ്. അതാണ് സമീഅയുടെ അർത്ഥം. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കട്ടെ, അല്ലേ. ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ യാ സമീഉ എന്ന നാമം, യാ സമീഉ എന്ന് 180 തവണ ചൊല്ലി, യാ സമീഉ എന്ന് 180 തവണ, ചില എത്ര സമയമുണ്ട്, ഒരു 2 മിനിറ്റ് മതി. മെനക്കെട്ടിരുന്ന് ചെല്ലുകയാണെങ്കിൽ 2 മിനിറ്റ് വേണ്ട യാ സമീഉ എന്ന ദിക്ർ ചൊല്ലാൻ. നിങ്ങൾ ചൊല്ലി നോക്കി. യാ സമീഉ എന്ന് 180 തവണ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്തു? തുമ്മ ദഅ, അള്ളാഹുവിനോട് അവൻ ദുആ, റബ്ബിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എന്റെ കടങ്ങളുണ്ട്, അത് വീട്ടിൽ തരണം അല്ലാഹ്,
അല്ലെങ്കിൽ എൻ്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, എനിക്ക് അതിനുള്ള വഴികൾ തുറന്നു തരണമല്ല. എൻ്റെ വീട് വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്, നീ അതിനുള്ള പരിഹാര മാർഗം തുറന്നു തരണമല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണോ കൽബിലെ മുറാദ് അത് ദുആയിരുന്നു. ആ ദുആ തൻഫഉ ഫി ഖളാഇൽ ഹവായിജ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മു കൊണ്ട് ആ വ്യക്തിയുടെ ഹാജത്ത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. എന്താണോ അയാൾ ആഗ്രഹിച്ചത്, എന്താണോ ആ വ്യക്തി മനസ്സിൽ കരുതിയത്, എന്താണ് ദുആ എന്നത്, ആ ദുആ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇസ്മ 180 തവണ ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക? റബ്ബിനോട് ദുആരക്ക. കാരണം ഈ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? യാ സമീഉ, ഏ കേൾക്കുന്നവനായ അല്ലാ, ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനായ അല്ലാ, ഞങ്ങളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ കാണുന്നവനായ അല്ലാ, ഇതൊക്കെ അറിയുന്നവനായ നിന്നോടാണ് ഈ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, അതാണ് നമ്മൾ ഈ യാ സമീഉ എന്ന് വിളിക്കുമ്പോൾ വെറുതെ നാവ് കൊണ്ടിട്ട് അടിക്കല്ല. യാ സമീഉ യാ സമീഉ യാ സമീഉ യാ സമീഉ യാ സമീഉ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കൽബിൽ ചിന്ത എന്താ? ഇതുകൊണ്ട് റബ്ബ് എൻ്റെ കാര്യങ്ങൾ കേൾക്കും എന്ന ഒരു നല്ല നിയത്താണല്ലോ കൽബിലുള്ളത്, ഇല്ലേ? വെറുതെ ആരുടെയെങ്കിലും ഒക്കെ പേരല്ലല്ലോ വിളിക്കുന്നത്, അള്ളാന്റെ പേരല്ലേ. അപ്പം നല്ലോണം അള്ളാഹു കേൾക്കുമെന്ന നിയത്തോടു കൂടി യാ സമീഉ യാ സമീഉ യാ സമീഉ യാ സമീഉ ഇത് ചൊല്ലിയതിനു ശേഷം റബ്ബിനോട് എന്ത് ചെയ്തു? റബ്ബേ, എൻ്റെ ആവശ്യം ഇന്നതാണ്, നീ അത് പൂർത്തീകരിച്ച് നൽകണേ അല്ലാ, നീ അത് എന്ത് ചെയ്യണം? നടപ്പാക്കി തരണം. ആത്മാർത്ഥമായിട്ടാണ് ദുആ ഇറക്കുന്നത്. തീർച്ചയായും ആ ഹാജത്ത് അല്ലാഹു പൂർത്തീകരിച്ച് നൽകും. നമുക്ക് ഖൈറാണെങ്കിൽ ഉടനെ അതിന് മറുപടി ലഭിക്കുമെന്ന്, അതായത് പിന്നത്തേക്ക് പിന്തിച്ചു വെക്കൂല. നേരത്തെ പറഞ്ഞ പോലെ ആഖിറത്തിലേക്ക് മാറ്റി വെക്കുന്ന ഒരു പരിപാടി അതിനുണ്ടാവില്ല. കാരണം അത് ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകുന്നതാണ്. നമുക്ക് എത്ര എളുപ്പമുണ്ടല്ലേ ചൊല്ലാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ചില ആളുകൾ ഉണ്ടാവും, ഈ ഉസ്താദെ ഞാൻ മഗ്രിബ് കഴിഞ്ഞാണ് ഇത് കേട്ടത്, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കേൾക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് മുമ്പ് കേട്ടു, പക്ഷേ എനിക്ക് ചൊല്ലാൻ ദുആ ഇറക്കാൻ സമയം കിട്ടിയില്ല. അപ്പം അതിനെന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടോ? എന്ന് വിഷമിക്കേണ്ട, ഒരു മാർഗം കൂടെ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ഇസ്മ ചേർത്തിട്ടുള്ളൊരു ദുആയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. എങ്ങനെ? ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. ഇത് സുബഹി നിസ്കാര ശേഷം, എല്ലാ സുബഹി നിസ്കാര ശേഷവും 7 തവണ പറഞ്ഞു. ഈ ഒരു ദിക്ർ എല്ലാ സുബഹി നിസ്കാര ശേഷവും, ഇപ്പം മഗ്രിബ് കഴിഞ്ഞാൽ കേൾക്കുന്നെങ്കിൽ അവർക്ക് അടുത്ത സുബഹി കഴിഞ്ഞ് ചൊല്ലാലോ. എല്ലാ സുബഹി നിസ്കാര ശേഷവും അവർ 7 തവണ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 7 തവണ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ദുആയിരുന്നു. എന്നാൽ ആ ദുആ കൊണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ കഫാഹുല്ലാഹു ബി ബറക്കത്തി ഹാദ ദുആ, ഈ പറഞ്ഞ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് മുഖ്യമായത് എന്താണോ മൂപ്പര് കരുതിയത് അതങ്ങോട്ട് നടത്തി കൊടുക്കും. അദ്ദേഹത്തിന്റെ കൽബിൽ എന്ത് വിഷയം പറഞ്ഞ് കരുതിയിട്ടാണോ ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ ചൊല്ലിയത്, ആ വിഷയം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. എന്ത് ചൊല്ലിയാൽ? ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. അസ്സമീഉൽ അലീം, സമീആയ കേൾക്കുന്നവനായ, അലീമായ അറിയുന്നവനായ അല്ലാഹ്, അല്ലേ? അപ്പോൾ ഈ രണ്ട് മനസ്സിലായോ? ഒന്ന് യാ സമീഉ എന്ന് മഗ്രിബിന്റെ മുമ്പ് ചെല്ലാൻ പറ്റുമെങ്കിൽ അത് ചൊല്ലിയിട്ട് ദുആ ഇറക്കാം 180 തവണ. ഇനി അത് പറ്റിയില്ല, സമയം കിട്ടിയില്ല, എന്നാൽ സുബഹി നിസ്കാര ശേഷം ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന് 7 തവണ ദിക്ർ ചൊല്ലി ദുആ ചെയ്തിട്ട് റബ്ബിനോട് കാര്യം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകട്ടെ. എളുപ്പമുള്ള 2 മാർഗ്ഗങ്ങൾ പറഞ്ഞു തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അത് ദുആ എന്ത് ചെയ്യുക? ഇനി ദുആ ഇറക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു തന്ന സാധുവായ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ഇറക്കുക, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ഇറക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക, നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരിക. അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒരു ആമീൻ പറയണം ഇൻഷാ അല്ലാഹ്. കാരണം ഈ അല്ലാഹു ഈ ദുആ ഇറക്കാൻ ഏൽപ്പിച്ച ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവരുടെ എല്ലാ മുറാദുകളും നിങ്ങൾ അല്ലാഹ് നീ ഹാസിലാക്കണേ റബ്ബേ. റബ്ബേ, ഈ ദുആ ഇറക്കാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ കടം പറഞ്ഞവരുണ്ട്, അതുപോലെ രോഗം പറഞ്ഞവരുണ്ട്, മക്കളുടെ വിഷയം പറഞ്ഞവരുണ്ട്, ഭർത്താവിൻ്റെ ഭാര്യയുടെ വിഷയം പറഞ്ഞവരുണ്ട്, അതുപോലെ സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഇടപാടുകൾ, സാമ്പത്തികമായ ബിസിനസ്സുകൾ, ജോലികൾ തുടങ്ങി പല വിഷമങ്ങളും പറഞ്ഞവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാവരും ഒരു ആമീൻ പറയും. എല്ലാവർക്കും നീ പരിഹാരം നൽകണേ റബ്ബേ. റബ്ബേ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ ബറക്കത്താക്കപ്പെട്ട രാത്രികളുടെ, ദിവസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അവർക്കെല്ലാം നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെയും അവരെയും ഇതുപോലെ നാളെ സ്വർഗ്ഗത്തിലും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ജിവാറിൽ ഇരുന്നു കൊണ്ട് റബ്ബേ നിന്നെ കാണാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ. നീ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ സമീആണ്, അലീമാണ്. ഞങ്ങളുടെ ഈ ദുആഇന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്, നീ ഉത്തരം നൽകണേ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കബൂലാക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ഇറക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ നല്ലൊരു ദിക്ർ ദുആയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.